കാണാമോ കേൾക്കാമോ കറക്റ്റ് ആയിട്ട്? Good morning, sir. റീന Good മാം morning. അല്ലേ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വിഷ്വൽ എലിഗൻസ് ആയ നമ്മുടെ സൂസൻ മാം ഇല്ല, ഇപ്പം ഹോളി വീക്ക് ആണല്ലോ. സോ നിങ്ങളുടെ എല്ലാവരുടെയും സ്ക്രീനുകളിൽ ആരൊക്കെ മ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് നോക്കുന്നുള്ളൂ. ഓക്കെ, ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണല്ലോ, അപ്പൊ പിന്നെ അതിന്റെ പല രീതിയിൽ എല്ലാവരുടെ ആൾക്കാർ കുറവുണ്ടെന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് തുടങ്ങാം. അപ്പം വൺസ് അഗൈൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റിയ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. വിമ്പിളിനോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തന്നതിനും. ഫൈസൽ സാറിനോട്, ടീച്ചേഴ്സിനോട്, ഗുരുക്കന്മാരോട്, എൻ്റെ എല്ലാമായ എൻ്റെ ഫ്രണ്ട്സിനോട്, ഇവിടെ ഉള്ള എൻ്റെ കമ്മ്യൂണിറ്റിയോട് ഒത്തിരി താങ്ക്സ് അറിയിക്കുന്നു. എൻ്റെ വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണ് സർ, Yes, sir. വോയിസ് ക്ലിയർ ആണ്. ഫൈൻ, ഓക്കെ, താങ്ക് യു. നിങ്ങൾ നമ്മുടെ ടോപ്പിക്ക് ശ്രദ്ധിച്ചു കാണും, ദി ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നതാണ് ഞാൻ എടുത്തേക്കുന്ന ടോപ്പിക് എന്ന്. നമ്മൾ ഇന്നത്തെ കാലത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ, അതിൽ എത്ര എണ്ണമെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു നമ്മുടേത് മാത്രമാണെന്ന് എന്നുള്ളൊരു ടോപ്പിക്കിനെ ആസ്പദമാക്കിയാണ് ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാനിവിടെ പറയുകയാണെങ്കിൽ, നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ 2-3 ദിവസം അങ്ങനെ കടന്നു പോകുന്നു. ഒരു ദിവസം നമുക്ക് പക്ഷേ പെട്ടെന്ന് വിശപ്പുണ്ടായിട്ട് നമ്മൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കി പെട്ടെന്ന് ഏതെങ്കിലും ഒരു ജങ്ക് ഫുഡിന്റെ, ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ആഡ് കണ്ടിട്ട് നമ്മൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അത് ക്ലിക്ക് ചെയ്യാന്ന് വിചാരിക്കുക. എന്തെങ്കിലും കോംബോ ഓഫർ കണ്ടു, നമ്മൾ എടുത്തിരുന്ന ഒരു തീരുമാനത്തിൽ നിന്ന് വേഗം മാറി ആ ഒരു കോംബോ ഓഫർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് നമ്മുടെ ആ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൽ നിന്ന് മാറി നമ്മൾ അവിടെ വ്യതിചലിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ആ ഒരു വിഷയം ഒന്ന് ആസ്പദമാക്കി നമുക്ക് സംസാരിക്കാം. ഇവിടെ ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ് എന്റെ അടിയിൽ ഒരു 4 ഫാക്ടേഴ്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത് എൻവയൺമെന്റ്. ഞാൻ ആ ഒരു ബ്രേക്കപ്പ് കൊടുത്തപ്പം എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ ചുറ്റുപാടുകളാണ്, അല്ലേ? എൻവയൺമെന്റ്. അതിനെയാണ് നമുക്ക് അദൃശ്യ പ്രഷർ എന്ന് പറയാൻ പറ്റുന്നത്. അത് ഏതെങ്കിലും ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രഷർ നമ്മുടെ പുറത്ത് ചലിപ്പിക്കുന്നത് ഈ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റുപാടുകളാണ്, അല്ലേ? അത് നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എല്ലാം അതിൽ പെടുന്നൊരു കാര്യമാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിച്ച് ആ ഒരു തീരുമാനം എടുത്ത് നമ്മൾ നീങ്ങിയിട്ടും നമ്മളൊരു ഓൺലൈനിൽ ഒരു ഓപ്ഷൻ കണ്ടപ്പം അതിൽ നിന്ന് മാറാനിടയായി. എന്തുകൊണ്ടായിരിക്കാം അവിടെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായത്? അവിടെ പല ഫാക്ടേഴ്സ് വരാം. ഇപ്പം ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ തലേ ദിവസമോ നമ്മൾ ചിലപ്പം ഒരു ഫ്രണ്ട്സിന്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ഒരു ഗെറ്റ് ടുഗെദറിൽ അവിടെ ഒരു ജങ്ക് ഫുഡിന്റെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. നമ്മൾ അന്നേരം ചിലപ്പോൾ നമ്മളെ റെസിസ്റ്റ് ചെയ്ത് കാണും, ഇല്ല ഞാൻ ഡയറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഇരുന്നു. പക്ഷെ നമ്മുടെ മൈൻഡിൽ ആ കാര്യം കിടപ്പുണ്ട്, ഇല്ലേ? ചിലപ്പോൾ ആ ഒരു ഫുഡിനോട് നമുക്ക് ക്രേവിങ് ഉണ്ടാവാം, സ്വാഭാവികം. കാരണം നമ്മൾ ആ ഒരു ഡയറ്റിൽ ആ ഒരു എന്താ പറയാ ദിനചര്യയിലല്ല നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കുകയാണ് നമ്മുടെ ആ ഒരു മൈൻഡിൽ. അപ്പോൾ
ആ ഒരു ഫുഡിന്റെ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എങ്ങനെ എത്രത്തോളം നമ്മുടെ ഫോൺസ് സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണത്തിൽ ഒന്നായിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ചിലപ്പോൾ ആ ജങ്ക് ഫുഡിന്റെ ആഡ് തന്നെ ആയിരിക്കാം ആ സമയത്ത് നമ്മുടെ ഫോണിൽ കാണിച്ചത്. കാരണം നമ്മുടെ റീഡിങ്സ് എല്ലാം അറിയുന്നുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ കാണിച്ച ഓഫറിലേക്ക് നമ്മൾ പെട്ടെന്ന് ആ, എന്താണ് വഴിതെറ്റ് അല്ലെങ്കിൽ ആ ഒരു തെന്നി വീഴുകയാണെന്ന് നമുക്ക് പറയാം അതിലേക്ക്. അങ്ങനെ നമ്മളത് ഓർഡർ ചെയ്യുന്നു. അപ്പം മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു റെസ്റ്റോറന്റിന്റെ റിവ്യൂ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ റീലുകളുടെ കാലമല്ലേ. അപ്പം നമ്മൾ ഒരു കാര്യം സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റിവ്യൂസ് എന്തിന്റെ പുറത്താണ് നമ്മൾ നോക്കും. ഒരു നാട്ടിലോട്ട് ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ പോകുന്നെങ്കിൽ ഇപ്പം ഇപ്പം ഒത്തിരി ദൂരത്തല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ള സ്ഥലത്ത് കുറച്ചുകൂടെ ദൂരെ എവിടെയെങ്കിലും ആയിട്ട് പോവുകയാണെങ്കിൽ, നമുക്ക് യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് ട്രാവൽ ചെയ്യുന്ന മറ്റ് ഫ്രണ്ട്സിനോട് ഞാൻ ചോദിക്കും, ഇന്നപോലെ ദാ ഇവിടെ ഞാൻ അങ്ങോട്ട് പോവാണ്, നാളെ മറ്റന്നാൾ 2 ദിവസത്തേക്ക് അങ്ങോട്ട് പോവാണ്. അവിടെ ഏതായിരിക്കും നമുക്ക് പറ്റിയ നല്ല മലയാളി ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് എവിടെ ആയിരിക്കും? അപ്പൊ തന്നെ അവനിങ്ങനെ പറയണ്ട, ഞാൻ അവിടെ 2-3 കഴിച്ചായിരുന്നു, ഇതുപോലെ നല്ല റിവ്യൂ കണ്ടായിരുന്നു, ഞാനങ്ങനെ അവിടെ പോയി. അല്ലെങ്കിൽ വേറെ ചില ഫ്രണ്ട്സ് പറയും, ഞാൻ പോയി കഴിച്ചതാ, കൊള്ളാം, അവരാ പറയുന്ന പോലെ ഇല്ല അല്ലെങ്കിൽ ഉണ്ട്, റിവ്യൂ പറയുന്ന പോലെ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു ജെന്യുവൻ റെസ്പോൺസ് ചിലപ്പം കിട്ടും. ഇതെല്ലാം എന്തിനെങ്കിലും ഒക്കെ ബേസ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഈ ഫുഡ് റിവ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴും അതേ കൺസിസ്റ്റന്റ് ലെവലായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് ഇരിക്കത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം എന്തേലും സാഹചര്യം കൊണ്ട് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു എന്നിരിക്കുക അല്ലേ. അപ്പോൾ അതെല്ലാം ഓരോന്നിനെ ആസ്പദമാക്കി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു തവണ പോലും നമ്മൾ വിസിറ്റ് ചെയ്തിട്ടില്ലാത്ത സ്ഥലമായിരിക്കും, രുചിച്ചിട്ട് നോക്കിയിട്ടുമില്ല, ഒന്നുമില്ല. നമ്മൾ പക്ഷെ ആ റിവ്യൂസിന്റെ പുറകില് അല്ലെങ്കിൽ ആ നമുക്ക് കിട്ടുന്ന ഒരു റിവ്യൂയുടെയും അഭിപ്രായത്തിന്റെയും ബേസ് ചെയ്താണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് അവിടെ, അല്ലേ. മറ്റൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വാഹനം മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നെന്നിരിക്കട്ടെ. നമ്മളെപ്പോഴും എന്തൊക്കെ ഫാക്ടേഴ്സാണ് നോക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ നല്ല പൊതുവെ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന, ആദ്യം നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ മനസ്സിൽ വരും. പിന്നെ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ആ വണ്ടിയിൽ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എത്ര പേരുണ്ട്, അപ്പം എത്ര സീറ്റർ ആയിരിക്കണം, എന്തൊക്കെ ഫീച്ചേഴ്സിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്, സർവീസ് ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ നാട്ടില്, നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു, എത്ര ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും നമ്മളൊരു വാഹനം മേടിക്കുമ്പോൾ ഡിസിഷൻ എടുക്കുന്നത്, അല്ലേ. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിനെ അനലൈസ് ചെയ്തും വെട്ടിയും കുറച്ചും തിരിച്ചും ഒക്കെ നമ്മൾ ഒരിടത്തെത്തി. എവിടെയെങ്കിലും പിന്നെ നമ്മുടെ മനസ്സിൽ വരാതിരിക്കത്തില്ലല്ലോ ഒരു കാര്യം, നമ്മൾ എങ്ങനായാലും നമ്മുടെ മനസ്സിൽ വരുന്നതാണ്. അയൽവക്കത്തെ വീടുകളിലൊക്കെ ഉള്ള വണ്ടി ഏതാന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ അത് ഓബ്വിയസ്ലി, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയുടെ ഡിസ്കഷന്റെ ഇടയിൽ വരുന്ന ഒരു കാര്യമായിരിക്കും, അല്ലേ. ഒരു ലേ ഔട്ടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്തുള്ള വണ്ടികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ അനലൈസ് ചെയ്യും. അതിനേക്കാട്ടിലും നല്ല വണ്ടിയാണോ വേണ്ടേ, അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിനോട് മാച്ച് ചെയ്തെങ്കിലും, അല്ലേ, താഴെയായി പോരുത് എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. ഒന്നുമില്ല, ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ മേളിൽ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ ഒന്നുമില്ല സെയിം ആയിട്ട് മെയിൻറ്റെയിൻ ആകണം എന്നൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ അനലൈസ് ചെയ്തെടുക്കുന്ന ഫാക്ടേഴ്സിൽ വരുന്ന ഒരു കാര്യം, ശരിയല്ലേ. ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തപ്പോ എനിക്ക് ആദ്യം ഓർമ്മ വന്നൊരു കാര്യം, നമ്മുടെ മലയാള സിനിമ ഉണ്ടായിരുന്നു തലയണ മന്ത്രം. അതിനകത്ത് അത് ആരും മറന്നു കാണത്തില്ല, അല്ലെങ്കിൽ എല്ലാരും കണ്ട് നല്ല ഓർമ്മ കാണുന്ന ഒരു കാര്യമാണ്, ഇല്ലേ. അതിനകത്ത് ഉർവശി ശ്രീനിവാസനോട് പറയുന്ന വണ്ടി എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആ ഒരു ഡയലോഗ്സ് എല്ലാം നമുക്ക് ഇപ്പോഴും പറയുമ്പോൾ ആ സീനുകളൊക്കെ ഓർമ്മ വരും. ഒരിക്കൽ പോലും ഡ്രൈവ് ചെയ്തിട്ടില്ല ആ വ്യക്തി, പക്ഷെ ആ ഒരു സൊസൈറ്റൽ ഇൻഫ്ലുവൻസില് ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, വണ്ടി വേണം നമുക്ക്, കാരണം ഇവിടെ എല്ലാവർക്കും വണ്ടി ഉണ്ടില്ലേ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബ്രേക്ക് എവിടെ, ആക്സിലേറ്റർ എവിടെ, ഓർമ്മയില്ലേ കാര്യങ്ങള്? എന്നിട്ട് മാമുക്കോനായിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോണതല്ലേ? അതെ അതെ അതെ, ആദ്യമായിട്ടാണ് ആള് പഠിക്കുന്നത്. എന്നിട്ട് പോയി മതിലിടിച്ച് പൊളിക്കുന്നതും എന്നിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളെ, കാരണം നമ്മൾ സൊസൈറ്റി സോഷ്യൽ ഇൻഫ്ലുവൻസ്, നമ്മുടെ സൈക്കോളജിയിൽ സോഷ്യൽ സൈക്കോളജിയിൽ വരുന്ന ഒരു കാര്യങ്ങളായി പറയുന്നതിനകത്ത് മെയിൻ വിഷയങ്ങൾ.
അപ്പൊ ആ എൻവയൺമെന്റ് എന്തുമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമുക്ക് ആ ഒരു സിനിമയിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ആ സിനിമ മൊത്തം നമുക്ക് ഓർമ്മയിൽ വരും ചിലപ്പോൾ നമ്മളിപ്പോ ഈ പറയുന്ന നിമിഷത്തില്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മളാണോ തിരഞ്ഞെടുക്കുന്നത്, അതോ അവസാനം ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മൾ മാറുകയാണോ എന്നുള്ളൊരു ഫാക്ടറാണ് ഈ എൻവയൺമെന്റൽ ഫാക്ടേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത് എനിക്ക് പറയാനുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ശീലങ്ങളാണ്. എൻവയൺമെന്റിൽ കഴിഞ്ഞിട്ട് വരുന്നത് ശീലങ്ങൾ. ഇതിനെ നമ്മുടെ നിശബ്ദമായിട്ട് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടറാണ് ഈ ശീലങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ 90% പ്രവൃത്തികളും നമ്മുടെ എല്ലാ ഡെയിലി ആക്ടിവിറ്റീസും നമ്മുടെ രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ ശീലങ്ങൾ വെച്ചിട്ടാണ്. ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ പുതിയ ശീലം, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ശീലം എന്തുവാ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഞാനിപ്പോ ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ചില പെട്ടെന്ന് ഓർമ്മ വരുന്ന. ഹലോ, പറയൂ. സ്ക്രോളിംഗ് ഇല്ലേ? ഞാൻ തന്നെ പറയാം. നമ്മളെല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്ക്രോൾ ചെയ്യുന്ന ഇപ്പൊ നമ്മുടെ ഒരു ശീലത്തിന്റെ ഭാഗമായി മാറി. ശരിയല്ലേ? ഹലോ, ശരിയാണ് ആരെങ്കിലും സർ. ഒക്കെ ഇടയ്ക്ക് അതെ റെസ്പോണ്ട് അതെ. ചെയ്യൂ. ആ, എല്ലാവർക്കും അത് യെസ് എല്ലാവരും തന്നെയായിരിക്കും Yes, sir. പറയുന്നുണ്ടാവുക. അതെ അതെ അതെ. അപ്പൊ സ്ക്രോളിങ്ങിൽ കൂടെ നമ്മൾ എന്തുമാത്രം ടൈമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്കറിയാം, അല്ലേ? ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നത് ഇവിടുത്തെ വാറാണ്. ആ ന്യൂസ് ഫീഡുകൾ നമ്മൾ കോൺസ്റ്റന്റ്ലി ഫോളോ ചെയ്യുന്ന അനേകം ആൾക്കാരുണ്ടാവും. എന്താണ് നടക്കുന്നത്, അപ്പുറത്തെന്ത് പറയുന്നു, ഇപ്പുറത്തെന്ത് പറയുന്നു, എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് കോൺസ്റ്റന്റ്ലി ആ ഒരു അപ്ഡേറ്റ് ആഗ്രഹിച്ച് നീങ്ങുന്ന കുറെ പേർ. അതല്ല വെച്ചാൽ വേറൊരു ആസ്പെക്ട്, ഈ ഷോപ്പിങ്ങിന് എന്താണ് പുതിയ ഓഫറുകൾ വന്നേക്കുന്നത്, നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുതിയ ഓഫർ എന്താണെന്ന് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. ഫർണിച്ചർ ആവാം, വീട്ടു സാധനങ്ങളാവാം, ഡ്രസ്സാവാം. അപ്പം നമ്മൾ ജെൻഡർ അനുസരിച്ച് ഓരോരുത്തർക്കും, ആണിനും പെണ്ണിനും അവരുടേതായ ഒരു ആസ്പെക്റ്റിൽ അവരെപ്പോഴും എന്തെങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഉദാഹരണം, കുറെ നാളായിട്ട് നമ്മുടെ ഇടയിൽ എന്താണ് നമ്മുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഇടയ്ക്ക് നടക്കുന്ന ഫാമിലി അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് നടക്കുന്നത്, അത് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു കുറെ നാളുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ട്രെൻഡ് ആണല്ലോ. എവിടെയെങ്കിലും ടൂർ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിന്നാലും തിരിഞ്ഞാലും എല്ലാം അപ്ഡേറ്റ് ഇടുന്ന അനേകം പേരുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിൽ എങ്ങനെയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുകയാണ്. ഇപ്പൊ ഒരു ചെറിയ യാത്ര പോകാനായിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ, പാർട്ട്നേഴ്സിന്റെ ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോവുകയാണെങ്കിലും എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ എന്ത് വേണം എന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ആ ഒരു പിയർ ഗ്രൂപ്പിൽ അവരെവിടെ പോയി എന്നായിരിക്കും നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. അവരവിടെ പോയി അങ്ങനെ ഒരു പോസ്റ്റോ അപ്ഡേറ്റോ ഫോട്ടോയോ ഷെയർ ചെയ്തെങ്കിൽ ഒന്നുമില്ല, അവിടെ തന്നെ പോകണം. അല്ലെങ്കിൽ നമുക്കൊരു കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൽ നന്നായിട്ടുള്ളടത്ത് പോകണം. ഇവിടെ ആ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നമ്മുടെ സന്തോഷ് കുളങ്ങര സാറ് പറയുന്ന ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം വളരെ ലോകപ്രസിദ്ധമായിട്ട് യാത്രകൾ ചെയ്ത് വ്ളോഗ് ചെയ്ത് ആദ്യത്തെ വ്ളോഗറായിട്ട് മലയാളികളുടെ ഇടയിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വലിയ ക്യാമറയൊക്കെ പിടിച്ച് ആദ്യം ലോകം സഞ്ചരിച്ച് റെക്കോർഡ് ചെയ്ത്, അങ്ങനെയാണ് പിന്നെ ഇന്ന് കാണുന്ന വ്ളോഗേഴ്സ് ഒക്കെ വരുന്നത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചാണ് ഈ ഒരു ട്രെൻഡിങ്ങിലേക്ക് വന്നത്. അന്ന് അപ്പം പല ഇന്റർവ്യൂസിലും അദ്ദേഹത്തിനോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക. നമ്മൾ എവിടാണോ ഇരിക്കുന്നത് ഈ കാണുക അല്ലെങ്കിൽ സ്ഥലങ്ങളെ ആഗ്രഹിച്ച് നമ്മൾ പോകുമ്പം അവിടെ നമുക്ക് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? നമുക്ക് വേണ്ടിയാണോ പോകുന്നത്, അതോ അവിടെ പോയിട്ട് ആ ഒരു വിഷ്വൽ എലിഗൻസ്, ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയോ ആ ഒരു കൾച്ചറോ ആൾക്കാരെയോ നമ്മൾ ഒപ്പിയെടുക്കുന്നതിന് പകരം അവിടെ പോയി ആദ്യം ഫോൺ എടുത്ത് ഫോട്ടോ എടുക്കുക, റീൽ ഉണ്ടാക്കുക, പോസ്റ്റ് ചെയ്യുക എന്നായിരിക്കും പലരുടെ ഇന്നത്തെ മനസ്സിൽ വരുന്നൊരു ചിന്ത. കാരണം എത്രത്തോളം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നു എന്ന് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ഇവിടെ അപ്പം ശീലങ്ങൾ കൊണ്ട് നമുക്ക് ഓർക്കാൻ ഒരു കാര്യം എന്ന് പറയുന്നത്, ശീലങ്ങൾ
നമ്മൾ ഓരോന്ന് സ്വീകരിക്കുമ്പോൾ അത് നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. നമ്മള് ശീലങ്ങൾ ഓരോന്ന് എടുക്കുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടി ആയിരിക്കണം. നമ്മുടെ ഹാബിറ്റ്സ് നമ്മളെ മോൾഡ് ചെയ്യണം, അല്ലേ? പകരം തിരിച്ചായി പോകരുത് ആ ഒരു കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. അവസാനം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ശീലമായി മാറുന്നത്. അവസാനം നമ്മൾ എന്തിനാണോ ഓരോ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ള എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു അനാലിസിസ് നടക്കണം ആ കാര്യത്തിൽ. മൂന്നാമത്തെ കാര്യം വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ്. ഇമോഷൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഇമോഷൻസ്. ഒരു ഫീലിംഗ് ആയിട്ട് മാത്രം നമുക്ക് ഇമോഷൻസിനെ പറയാൻ പറ്റുമോ? ജസ്റ്റ് ഒരു ഫീലിങ്സിനെ ഒരു ജനറൽ കാറ്റഗറിയിൽ മാത്രം നമുക്ക് ഇമോഷൻസിനെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ അറിയാം, അല്ലേ? പെട്ടെന്ന് ഒരു നിമിഷത്തെ ഒരു വികാരത്തിന്റെ ഒരു ഇംബാലൻസ് കൊണ്ട് നമ്മൾ ഒരാളോട് ദേഷ്യപ്പെടുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേണ്ടായിരുന്നു വെറുതെ. കാരണം അത് കേട്ട ആൾക്കും ബുദ്ധിമുട്ടായി, പറഞ്ഞ നമുക്കാണല്ലോ ബുദ്ധിമുട്ട് ആദ്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ആ തോന്നല് നമ്മുടെ ഉള്ളിൽ വരുന്നത്. വേണ്ടായിരുന്നു, ഒന്ന് ക്ഷമിക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്തിട്ട് മറ്റൊരു രീതി നമുക്ക് വേണമെങ്കിൽ അവിടെ റെസ്പോണ്ട് ചെയ്യാമായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു ഇമോഷണൽ ബേസ്റ്റ് കാരണം ഉണ്ടാകുന്ന കാര്യമാണ്. ശരിയല്ലേ? ഇമോഷൻ ഒരു ഫീലിംഗ് അല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ശരീരത്തെയും സ്വഭാവത്തെയും എല്ലാം ഒരേ ലെവലിലാണ് ബാധിക്കുന്നത്. നമ്മൾ ആ ഒരു റിസ്പോൺസ് വോയിസിലൂടെ കൊടുത്ത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിലൂടെയും സൗണ്ടിലൂടെയും കൊടുത്തപ്പം അത് നമ്മളില് ഈ 3 തലത്തിൽ നമ്മളെ എഫക്ട് ചെയ്തു. നമ്മുടെ ബോഡിയെ എഫക്ട് ചെയ്ത എങ്ങനെയാ? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടി, ടെൻഷൻ കൂടി, നമ്മുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായി, ഇല്ലേ? നമ്മുടെ സ്വഭാവത്തിൽ വന്നൊരു മാറ്റമാണ്. നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ആയിരിക്കത്തില്ല. പൊതുവെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ശാന്തമായിരിക്കാം. പെട്ടെന്ന് ആ ഒരു ഇമോഷണൽ റെസ്പോൺസ് വന്നപ്പോഴത്തേക്ക് സ്വഭാവമേ മാറിയാണ്. ആ ഒരു ഇമോഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാം. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് നോളജ് അവെയർ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ഇമോഷണൽ മൈൻഡും ഉണ്ട്, ലോജിക്കൽ മൈൻഡും ഉണ്ട്. എന്തുകൊണ്ടാണ് ഇമോഷണൽ മൈൻഡ് എപ്പോഴും ഇങ്ങനെ കത്തിച്ചാടുന്നത്? കാരണം അത് നമ്മുടെ ബ്രെയിനിനെ വയർ ചെയ്തേക്കുന്നത് അതുപോലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൽ നിന്ന് നമ്മൾ വരുന്നത്. അപ്പം എപ്പോഴും ഈ ഇമോഷണൽ ബ്രെയിൻ അതുകൊണ്ട് തന്നെ ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ലോജിക്കൽ ബ്രെയിൻ പൊതുവെ കുറച്ചുകൂടെ സ്ലോ ആയിട്ടാണ് അതിന്റെ പുറകെ വരുന്നത്. ഈ ഒരു ഇമോഷൻസ്, അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇമോഷൻസ് മോശമാണോ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കില്ല. ഇമോഷൻസിനെ നമ്മൾ എന്താ പറയാ ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് അതിൽ റിയാക്ഷൻസ് ആയിട്ട് മാറി എങ്ങനെ അത് കൺട്രോളബിൾ ആയി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷനിലായി മാറുന്നു. 4മത്തെ കാര്യം ഇതിന്റെ ഇടയിൽ വരുന്നത് നമ്മുടെ പാസ്റ്റ് കണ്ടീഷനിങ് ആണ്. എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത്, നമ്മൾ എന്താണ് ആക്ച്വലി, അതാണ് പാസ്റ്റ് കണ്ടീഷനിങ്. ഈ ഒരു പാസ്റ്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് ആക്ച്വലി ഒരു മെയിൻ ഹിഡൻ സ്ക്രിപ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ വേണേ. കാരണം ആ ഒരു കാര്യം മാത്രം നമ്മുടെ റിയൽ കൺട്രോളിലല്ല. കാരണം നമ്മൾ വളർന്നു വന്ന നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മളാണ് ആ ഒരു പാസ്റ്റ് കണ്ടീഷനിങ്, ദ റിയൽ യു. ഇപ്പം നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്, 19 പേരുണ്ട്. നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും നമുക്ക് ഈ ഒരു ആസ്പെക്റ്റില് അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ഒരു മുഖം മൂടിക്കുള്ളിൽ മറ്റൊരു വ്യക്തി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നമ്മളല്ല പുറത്ത് കാണുന്നത്. ആ ഒരു നമ്മുടെ ഉള്ളില് നമ്മൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത്, നമ്മുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയാണ്, നമ്മുടെ അപ്ബ്രിങ്ങിങ് എങ്ങനെയാണ് നമ്മുടെ വളർന്നു വന്ന സാഹചര്യങ്ങള്, നമ്മുടെ പാരന്റിങ് എങ്ങനെയായിരുന്നു, നമുക്ക് കിട്ടിയ ശിക്ഷണങ്ങൾ എങ്ങനെയായിരുന്നു, സ്കൂളിംഗ് എങ്ങനെയായിരുന്നു, നമ്മുടെ സൊസൈറ്റി എങ്ങനെയായിരുന്നു, നമ്മുടെ ചുറ്റുപാടുകൾ. സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ട് ഫഹദ് ഫാസിൽ ഒരു സിനിമയില് ഇതായിരുന്നു ജോജി എന്നൊരു സിനിമയാണെന്ന് തോന്നുന്നു. യെസ്, അതിനകത്ത് ഫേമസ് ആയിട്ട് ആ ഡയലോഗ് പറയുന്നുണ്ട്, സൊസൈറ്റി ഇങ്ങനെ സെൻസർ ചെയ്യുക, അവിടെ തെറി വിളിക്കുന്നതായിട്ടൊരു ഭാഗമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം സൊസൈറ്റി നമ്മളെ എങ്ങനെയൊക്കെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം എപ്പോഴും ഓരോരുത്തർക്കും ഓരോ എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അല്ലേ? ഓരോ ഏജ് അനുസരിച്ച് നമ്മുടെ ഇടയിൽ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്.
ഈ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് ഇത് അച്ചീവ് ചെയ്യണം, അടുത്ത ഏജ് ആകുമ്പോഴത്തേക്ക് ഇത് കഴിയണം, ഈ സമയത്ത് കല്യാണം കഴിയണം, ഈ സമയത്ത് കുട്ടിയാവണം എന്നൊരു കണ്ടീഷനിങ് സൊസൈറ്റി നമുക്ക് ബാരിയേഴ്സ് വെച്ച് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചിലപ്പോൾ ഈ ഒരു റേസിന്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലും പുറകിലോട്ട് ആയി പോവുകയാണെങ്കിൽ പ്രഷറാ പിന്നെ അവിടെ, ഇല്ലേ? അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സൊസൈറ്റി എങ്ങനെയൊക്കെ നമ്മളെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഈ പാസ്റ്റ് കണ്ടീഷനിങ്ങിൽ നമുക്ക് കൂടുതലും നമ്മുടെ കൺട്രോൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ആ ഒരു അവയർനെസ് എങ്ങനെ നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെയാണ് ആ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്ന മൊഡാലിറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്നത് ഈ പാസ്റ്റ് കണ്ടീഷനിങ്ങിൽ. കാരണം ഇത് നമ്മുടെ ഉള്ളിൽ പല തരത്തിലുള്ള ട്രോമാസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമുക്ക് അതിനെക്കുറിച്ച് അവെയർ ആവുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ, ഇത് അങ്ങ് പുറകെ കിടക്കുന്ന ഒരു കാര്യമാണ്. ഈ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് ഹോബീസോ എൻവയറമെന്റോനെക്കാട്ടിലും ഒക്കെ എന്താ പറയുന്നത്, കുറച്ചുകൂടെ പ്രീ ഹിസ്റ്റോറിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം നമ്മുടെ കൺട്രോളിൽ ഇനിഷ്യലി അല്ല, അൺടിൽ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുന്നത്. അപ്പൊ ഈ ഇന്നർ ചൈൽഡ് ഹീലിംഗിലാണ് ഈ ട്രോമ ബ്ലോക്സ്, എനർജി ബ്ലോക്സിനെ കുറിച്ചൊക്കെ വരുന്ന അനലിറ്റിക്കലി നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡി അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ജസ്റ്റ് നിങ്ങളൊരു നോളജിന് ഞാൻ ഷെയർ ചെയ്ത ഇവിടെ. അപ്പം നമ്മുടെ പാസ്റ്റ് കഴിഞ്ഞു പോയതാണെന്ന് നമ്മൾ പറയും, പക്ഷേ ആക്ച്വലി നമ്മുടെ പാസ്റ്റ് ആണ് പലപ്പോഴും നമ്മളെ പ്രോഗ്രാം ചെയ്യുന്നത് നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിലേക്ക്. അതെങ്ങനെയൊക്കെ നമ്മുടെ പലതരത്തിലുള്ള നമ്മുടെ ബിഹേവിയേഴ്സും ഇമോഷൻസും റിയാക്ഷൻസും ഒക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഇന്നത്തെ രീതിയിൽ നമ്മൾ അഡ്വാൻസ് ആയി നമ്മൾ പ്രതികരിക്കാൻ ശ്രമിച്ചെങ്കിലും പലപ്പോഴും നമ്മുടെ പാസ്റ്റ് ഹോണ്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നമ്മൾ അറിയത്തില്ല ഇങ്ങനൊരു കാര്യം നേരത്തെ നമ്മുടെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടാവും. ബിക്കോസ് അത് ചെറുപ്പത്തില് നടന്നു വരുന്ന കാര്യങ്ങളല്ലേ. അപ്പം ഏതാണ്ട് ഒരു 4 പോയിന്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായിരുന്നു 4 പോയിന്റ്സ്. ഒന്ന് എൻവയറമെന്റ്, നമ്മുടെ ചുറ്റുപാട്, പിന്നെ നമ്മുടെ ശീലങ്ങള്, ഹാബിറ്റ്സ്, പിന്നത്തെ കാര്യം നമ്മുടെ ഇമോഷൻസ്, നാലാമത്തെ നമ്മുടെ പാസ്റ്റ് കണ്ടീഷനിങ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന ടോപ്പിക് അല്ലേ. ഇവിടെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ കാര്യങ്ങളെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു സിമ്പിൾ ടൂളൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. കാരണം എങ്ങനായിരിക്കാം അപ്പൊ നമ്മുടെ കൺട്രോളിലല്ലാത്ത ഈ കാര്യങ്ങൾ എന്നാൽ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ, അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന നമ്മൾ ഇൻഡിവിജ്വൽ ആണ്, എനിക്ക് എന്റേതായ തീരുമാനങ്ങൾ ഉണ്ടെന്നും നമ്മൾ പലപ്പോഴും പറഞ്ഞ് നമ്മൾ മുന്നേറാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ എപ്പോഴും റിയലൈസ് ചെയ്യണം, ആർ വി ആക്ച്വലി ടേക്കിംഗ് ദ ഡിസിഷൻ നമ്മുടേതായ ഡിസിഷൻ ആണോ, അതോ എപ്പോഴും ആരെങ്കിലുമായിട്ടോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളുമായിട്ടോ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും നമ്മുടെ ഓരോ ഡിസിഷൻസും ആക്ഷൻസും റിയാക്ഷൻസും ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ ടൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ദി പോസ് പ്രിൻസിപ്പിൾ എന്ന് പറയും. ദി പോസ് പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രം നമുക്ക് ബേസിക് ആയിട്ട് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയാൽ ഈ ഒരു ഇൻവിസിബിൾ ഇൻഫ്ലുവൻസിനെ നമുക്ക് ഒരു നല്ല പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. 5 സെക്കൻഡ്, വെറും 5 സെക്കൻഡ്സ് നമ്മൾ ഓരോ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഒന്ന് പോസ് ചെയ്യുക. അവിടെ റിയാക്റ്റോ റെസ്പോണ്ടോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ്സ് എന്ന് നമ്മൾ പറയുമ്പം നമ്മളിപ്പോ ഒരു 5 സെക്കൻഡ് കൊണ്ട് ശ്വാസം എടുക്കുമ്പം ഉള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. പക്ഷെ നമ്മുടെ മൈൻഡിന് ആ 5 സെക്കൻഡ് എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങളാണ്. നമ്മുടെ ഒരു 5 സെക്കൻഡിൽ നമ്മൾ എത്ര കാര്യങ്ങൾ ചിന്തിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം ആക്ച്വലി എന്തുമാത്രം ടൈമാണ് നമ്മൾ നമ്മുടെ മൈൻഡിന് കൊടുക്കുന്നത്. ഇൻ റിയൽ ലൈഫ് ചിലപ്പോൾ 5 സെക്കൻഡ്സ് ചെറുതാണ്, ശരിയല്ലേ? അപ്പൊ ആ ഒരു 5 സെക്കൻഡ്സ് നിങ്ങളുടെ മൈൻഡിന് എന്തൊരു റെസ്പോൺസ്, എന്തൊരു നിങ്ങൾ വിഷ്വലായിട്ട് നിങ്ങൾ എടുക്കുന്ന കാര്യമോ അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യത്തിനോ എന്താണോ നിങ്ങൾ റിസീവ് ചെയ്യുന്നത്, അതിന് നമ്മൾ ഒരു 5 സെക്കൻഡ് പോസ് കൊടുക്കുകയാണെങ്കിൽ ദെൻ ഈ റിയാക്ഷൻ ആണേലും ആക്ഷൻ ആണേലും രണ്ടിനെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നേരത്തെ ഇത്രയും ഞാൻ എക്സാമ്പിൾ പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലായിടത്തും ഓരോരുത്തർക്ക് റിലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഫുഡ് ഓർഡർ ചെയ്യാൻ നേരെ നമ്മുടെ കണ്ണ് പോയത് ആ ഒരു ഫാസ്റ്റ് ഫുഡിലോട്ടാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിനെ അതങ്ങ് കൊണ്ടുപോയി അങ്ങോട്ട്. അവിടെ നമുക്ക് ശരിക്കുള്ള നമ്മളൊന്ന് പോസ് ചെയ്ത് ചിന്തിച്ചാൽ
ആ ഒരു 5 സെക്കൻഡ്സും കൊണ്ട് നമുക്ക് തീരുമാനം എടുക്കാം അല്ലേ, വേണോ വേണ്ടയോ എന്ന്. എന്താണ് ശരിക്കും നമുക്ക് വേണ്ടത്? നമ്മുടെ ബോഡിയെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ ആരും വന്ന് കെയർ ചെയ്യാൻ പോകുന്നില്ല. ദ ഡിസിഷൻ നമ്മുടേതായിരിക്കണം അല്ലേ? ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വേറൊരു റെസ്പോൺസ് ആണെങ്കിൽ ഒരു വ്യക്തി എന്തെങ്കിലും നമ്മളോട് പറഞ്ഞിട്ട് ആ ഒരു റെസ്പോൺസ് എങ്ങനെ കൊടുക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ചിലപ്പം പ്രോബ്ലംസ് ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷനിലാണ് അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ ഇമോഷണൽ ഇംബാലൻസ് വന്ന് നമ്മൾ പ്രതികരിക്കുന്ന രീതിയിൽ പല രീതിയിലായിരിക്കും നമ്മൾ അതിനെ റിസീവ് ചെയ്ത്. ഇന്നിപ്പം വാട്സാപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇടയിൽ നടക്കുന്നത്. വോയിസ് ആയിട്ട് വിടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ഇമോഷൻ അറിയും. പക്ഷേ ടെക്സ്റ്റ് ആയിട്ടാണ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതെങ്കിൽ ഓപ്പോസിറ്റ് എൻഡിൽ ഇരിക്കുന്ന ആൾ എന്താണ് ആക്ച്വലി കൺവേ ചെയ്തതെന്നുള്ളൊരു ഇമോഷണൽ ക്ലാരിറ്റി അവിടെ കുറയും. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, ഇല്ലേ? യെസ് യെസ്, താങ്ക് യു. ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുമ്പം നമുക്ക് അതിനെ എത്രത്തോളം ആ വ്യക്തി എന്ത് ഇമോഷൻ കൊണ്ടാണ് അത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരിക്കും. ഞാൻ തന്നെ എനിക്ക് ഇവിടെ ലൈവായിട്ട് എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട്. എന്റെ പല ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇവിടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും നമ്മൾ ടെക്സ്റ്റ് ചെയ്യുമ്പം ഞാൻ ചിലപ്പോൾ വോയിസ് വിട്ട് ചോദിക്കും, സാർ എന്താ ഉദ്ദേശിച്ചത്, ഇങ്ങനാണോ എന്ന് ചോദിക്കുമ്പം ആ വ്യക്തി പിന്നീട് കറക്റ്റ് ആയിട്ട് വന്നിട്ട് സമയം എടുത്തിട്ട് ഒരു വോയിസ് ചിലപ്പം തിടുക്കത്തിന്റെ ഇടയിൽ ആൾ അപ്പൊ തന്നെ ആ വോയിസ് വിടും, അയ്യോ ഇങ്ങനല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ആ തിരക്കിൽ ആൾക്ക് ടൈപ്പ് ചെയ്യാൻ അതേ പറ്റിയുള്ളൂ. അത് മനസ്സിലായില്ലേ ഞാൻ ഇവിടെ പറയുന്ന എക്സാമ്പിൾ? അതേസമയം ആ ഒരു ക്ലാരിറ്റി വരുത്താൻ നമ്മൾ നോക്കിയില്ലേ, നമ്മളത് റിസീവ് ചെയ്യുന്നത് തെറ്റായിട്ടാണെങ്കിൽ പിന്നെ ആ വാലെ പിടിച്ച് മുന്നോട്ട് പോകുന്നത് എല്ലാം റോങ് ആയിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അപ്പൊ മൈൻഡിൽ നമ്മൾ റിസീവ് ചെയ്യുമ്പോഴേ നമ്മൾ ചിലപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി വ്യക്തമാക്കിയില്ലെങ്കിൽ അത് മുന്നോട്ടുള്ള കമ്മ്യൂണിക്കേഷനെ എഫക്ട് ചെയ്യും, മുന്നോട്ടുള്ള റിലേഷനെ തന്നെ എഫക്ട് ചെയ്യും. അത് പിന്നെ നാലാളോട് പറഞ്ഞിട്ട് പിന്നെ അവിടെ വെറുതെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയി അങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത് സ്വാഭാവികമായി ഇന്നത്തേതാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഷെയർ ചെയ്യാനുള്ള വായിക്കുന്നവർ അനേകം പേരുണ്ടാവുമല്ലോ. ഇങ്ങനെ ആക്ച്വലി ഈ ഒരു ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോഴായിരുന്നു ഇങ്ങനെ കേട്ടത്. ജോന ബർജർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബുക്കാണ് ദി ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്, നിങ്ങളപ്പം ചുമ്മാ സെർച്ച് ചെയ്ത് അതിന്റെ ഇത് കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബുക്കാണ്. കുറച്ച് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ സംസാരിക്കുന്നു. കിട്ടിയല്ലോ അല്ലേ? അല്ലെങ്കിൽ ഞാൻ അവിടെ ചാറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ പിന്നെ ഷെയർ ചെയ്യാം ഞാൻ കഴിയുമ്പോൾ. ജോന ബർജറിന്റെ ദി ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ബുക്ക്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ആറ്റംസ് ബൗൺസിങ് ഓഫ് ഈച്ച് അതർ, അവർ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആർ കോൺസ്റ്റന്റ്ലി ഷേപ്പിംഗ് ഹൂ വി ആർ ആൻഡ് വാട്ട് വി ഡു എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോസ് പ്രിൻസിപ്പിൾ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാന്ന് പറഞ്ഞ ആ ഒരു പോസ് ഉണ്ടല്ലോ, ആ ഒരു നിമിഷത്തെ അവബോധം ഉണ്ടല്ലോ നമുക്ക്, ആ ഒരു അവയർനെസ്, അതാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് ശക്തി തരുന്നത് ആ ഒരു അവബോധമാണ്. നമ്മളെല്ലാവരും ആ ഒരു 5 സെക്കൻഡ് എടുത്ത് ആ ഒരു അവബോധത്തിലേക്ക് വരാൻ ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽ ചെയ്തതെന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ് എന്തെങ്കിലും റിയൽ ലൈഫായിട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇവിടെ ഉണ്ടോ? Good morning, sir. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. How are you? Very nice topic. Fact ആണ്. That is ഇപ്പൊ കൂടുതലാണ് ഈ ഇൻവിസിബിൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. സർ ആ 4 പോയിന്റ്സ് പറഞ്ഞു. ബട്ട് ഇൻഫാക്ട് നോക്കുമ്പോ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത് കൊണ്ട് വി ആർ വെരി മച്ച് ഇൻഫ്ലുവൻസ്ഡ്. നമുക്ക് നമ്മളായിട്ട് ചിന്തിക്കാനുള്ള ഒരു തോട്ട് പ്രോസസ്സ് കുറയാണ്. അതേ രീതിയിൽ ഇപ്പൊ പ്രീവിയസ്ലി എപ്പോഴും പറയണ കേട്ടിട്ടുണ്ട്, ഈ മൊബൈലൊക്കെ ഉള്ള ഡോണ്ട് ഗോ ബൈ
your heart, go by your brain. നിങ്ങളുടെ ബ്രെയിൻ പറയുമ്പോൾ അത് takes time to think. So work according to your brain rather than heart. Heart എന്ന് പറയുന്നത് emotionally influence ആവും. തൊട്ട ആൾ എന്താ പറയണത്, തൊട്ട ആൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റി എന്താ പറയണത്, സൊസൈറ്റി എന്താ ചെയ്യുന്നത് എന്നുള്ളത് സംടൈംസ് ഇറ്റ് മേ നോട്ട്. ഈ ഇതിൽ എന്താ പ്രശ്നം പറഞ്ഞാൽ ഇത് എല്ലാം നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കും ഇല്ല. Sometimes that may be a wrong decision we take. That is why this actually we need to think about it. Otherwise it's okay. If it's good for us, anything good for us is okay. But sometimes it may not be good, might not be a right decision. It may be something which is suitable to other person. Anyway, thank you, sir. Early morning ഇങ്ങനത്തെ ഒരു thought വെച്ചിട്ട് don't get influenced by others' thoughts. Let's think. We also have our own brain. Let's think and analyze and take a decision. Thank you for your Yes. wonderful session, sir. Thank you so much, ma'am. Thank you for your wonderful feedback. വേറെ ആരാണ്? ചാറ്റില് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. നിഷ മോഹൻ, യെസ് മാം, വളരെ നല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചാറ്റില് അറിയിച്ചു തന്ന എല്ലാവർക്കും താങ്ക് യു. വേറെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. എല്ലാവർക്കും ഉണ്ടാവില്ലേ റിലേറ്റ് ചെയ്യാനായിട്ട്? ഇതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യമാണല്ലോ. എന്തൊക്കെ ഇമോഷണലി ഫോണിലെ ഒരു റിയാക്ഷൻസ് കാരണം അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസ് കാരണം നമുക്ക് ഫോണിൽ നിന്ന് എങ്ങനെയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു സോഷ്യൽ മീഡിയ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ തെറ്റായി പോയിന്ന് പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. ടൈം എടുത്ത് എങ്ങനെയൊക്കെ ഈ ഒരു ഇൻവിസിബിൾ ഇൻഫ്ലുവൻസിൽ നമുക്ക് പുറത്തിറങ്ങാമെന്ന് നമ്മൾ ഓരോരുത്തരും അനലൈസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ഗുഡ് മോർണിംഗ് ജേക്കബ് സാർ. ഗുഡ് മോർണിംഗ്. രാജലക്ഷ്മി മാം ആണോ? അതെ അതെ അതെ. ഓക്കെ മാം, പറയൂ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെയധികം ഇന്നത്തെ കാലഘട്ടത്തില് വളരെയധികം ഒന്ന് ചിന്തിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ആവണ ഒരു സമയം തന്നെയല്ലേ, കുട്ടികളായാലും മുതിർന്നവരായാലും. അപ്പൊ അതൊന്ന് ചിന്തിക്കാൻ ഉള്ളൊരു ടോപ്പിക് തന്നെയായി. എന്തായാലും നന്നായിരുന്നു. പിന്നെ സാറിന്റെ സൗണ്ടും ആ ഫ്ലോ ഒക്കെ നന്നായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മാം. മാം പേര് മാറ്റിയില്ലായിരുന്നോ? എന്നാളും പേര് മാറിയായിരുന്നു തോന്നുന്നല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നു. ആണല്ലേ? നിങ്ങൾ ഒരു ബാച്ച് ആണോ രാജലക്ഷ്മി മാം? അതെ അതെ, ഞങ്ങൾ സെയിം ബാച്ച് ആണ്. മാമിന്റെ ക്ലാസ് കിട്ടിയിട്ടില്ല കേട്ടോ മാം. നമുക്ക് മോർണിംഗ് സർക്കിളിൽ വന്നിട്ടില്ല. അതെ അതെ, മാമിന്റെ വരുന്നുണ്ട് ഓൺ ദി വേ അല്ലേ മാം? ഞാനൊക്കെ എടുത്തിട്ടില്ല മോർണിംഗ് സർക്കിളില്. അതാ പറഞ്ഞ അടുത്ത മാസത്തേക്ക് മാമിന്റെ ഡേറ്റ് സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞ. ഓക്കെ. താങ്ക് യു. താങ്ക് യു മാം. ചന്ദ്ര മാമിന്റെ ഉണ്ടല്ലോ, ചന്ദ്ര മാമിന്റെ മീറ്റിംഗ് ആണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടോപ്പിക് ഇൻവിസിബിൾ ഇൻഫ്ലുവൻസിനെ കുറിച്ച് സാറ് നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അതായത് എൻവയോൺമെന്റ്, പ്രഷർ, ഹാബിറ്റ്സ്, ഇമോഷൻസ്, പാസ്റ്റ് കണ്ടീഷനിങ്, അതിനെക്കുറിച്ച് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും സാർ അത് പ്രസന്റ് ചെയ്ത്, ഈ പാസ്റ്റ് കണ്ടീഷനിങ് ആവുമ്പോഴത്തേക്ക് ഇതില് പെട്ടെന്ന് ഇമോഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റിപ്പീറ്റ് ആയിട്ടുള്ള ഓരോ കുഞ്ഞുനാളിൽ സംഭവിച്ച കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തുകൊണ്ടാവാം, അല്ലേ സാർ? അതെ അതെ, തീർച്ചയായും. അതായിരുന്നു ഞാൻ പറഞ്ഞത്, നമുക്കതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.
പിന്നെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാർ. താങ്ക് യു മാം. അവിടെ നമുക്ക് അതാ ഞാൻ പറഞ്ഞു, അവിടെ ആ ഒരു ഹീലിംഗ് മൊഡാലിറ്റി ഉണ്ട്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ വിമ്പിളിലും ഉള്ളതാണ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് കണ്ടുപിടിച്ച് നമ്മളവിടെ എന്താണോ എവിടാണോ വേണ്ടത് ആ മേഖലയിൽ അവിടെ നമുക്കൊരു ഹീലിംഗ് കൊടുക്കണം. നമ്മളെ ഹീൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ഔട്ട്വേർഡ് ഉള്ള റിയാക്ഷനും റെസ്പോൺസസും നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. താങ്ക് യു. വേറെ ആരാണ്? താങ്ക് യു സോ മച്ച്. ടോപ്പിക് ഒരു ബുക്കായിരുന്നു അല്ലേ സർ? ഏതാ മാം? ഈ ഒരു ടോപ്പിക് ആക്ച്വലി ഒരു ബുക്കാണ് എന്നുള്ള കാര്യം ഞാൻ റിയലൈസ് ചെയ്തത് പിന്നാണ്. ഞാൻ ഈ ടോപ്പിക് എന്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇത് ബുക്കായിരുന്നു. പിന്നെ റിസർച്ച് ചെയ്തപ്പോഴേ അറിഞ്ഞ ഇങ്ങനെ ഒരു ബുക്ക് തന്നെയുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് ഇങ്ങനെ ഒരു. അല്ല, അതെ ഞാൻ പോയി മാമിന്റെ സൗണ്ട് പോയി. റേഞ്ചിൽ തിരിച്ചു വരിക. സജന മാമിന് അവിടെ റേഞ്ചിന്റെ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ആള് ലൊക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാല് വീടിനകത്ത് നമുക്ക് ബ്രേക്ക് ആവും. വേറെ ആരാണ്? താങ്ക് യു ഫജറുനിസ മാം അല്ലേ കമന്റ് ഇട്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ ആണ്. അപ്പൊ എല്ലാരും കമന്റ് ഒക്കെ പറഞ്ഞെങ്കിൽ നമുക്ക് മൈൻഡ് ചെയ്യാം. പക്ഷെ സജന മാം റേഞ്ച് വന്നില്ല. ചന്ദ്ര മാം എന്തെങ്കിലും പറയാൻ Audible പോവായിരുന്നോ ആണോ? നേരത്തെ? Audible ആണോ? വന്നു. യെസ്, ഫൈനലി ഇപ്പൊ ഓഡിബിൾ ആണ്. എല്ലാരും പറഞ്ഞു കഴിഞ്ഞോ കമന്റ്സ് ഒക്കെ? പറഞ്ഞു. മാമിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മാം എന്തോ പറയുമായിരുന്നല്ലോ, അങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞെന്ന് തോന്നുന്നില്ലായിരുന്നു. യെസ്, അപ്പൊ നമുക്ക് വൈൻഡ് താങ്ക് അപ്പ് യു മാം. ചെയ്യാലേ എന്നാ? എല്ലാവരും അതെ ഫീഡ്ബാക്ക് ബാക്കി ഗ്രൂപ്പിൽ കമന്റ് ചെയ്യും, അറിയിക്കുക. ഫീഡ്ബാക്ക്. തീർച്ചയായും. താങ്ക് യു സോ താങ്ക് മച്ച് യു സോ ഓൾ. മച്ച്. താങ്ക് യു Thank everyone. you, sir. Thank you, Sajna ma'am. Wishing all a nice day. Yes, Thank you all. wishing everybody a good day. താങ്ക് യു ചന്ദ്ര മാം. Thank you. Ma'am ne വിളിക്കാട്ടോ. ഓക്കെ.